പാലം കഴിയും വരെ നാരായണ, പാലം കഴിഞ്ഞപ്പോൾ കൂരായണ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം. തിരഞ്ഞെടുപ്പ് കഴിയും വരെ നമ്മൾ ഒരു കുടുംബമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു അല്ല, അങ്ങനെ ഇനി പറഞ്ഞു പോകരുതെന്ന്. മോദിയെ വിശ്വസിച്ച് അധികാര കസേരയിൽ കയറ്റിയ ജനങ്ങൾക്കിട്ട് തന്നെ തിരിച്ചടി നൽകുകയാണ് പ്രധാനമന്ത്രി. മോദിക്ക് പരിവാർ എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഇനി നിങ്ങൾ മോദിയുടെ കുടുംബം എന്ന അർത്ഥം വരുന്ന മോദിക്ക് പരിവാർ എടുത്തു മാറ്റിക്കൊള്ളൂ എന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. വോട്ട് നേടുന്നതുവരെ മോദിയുടെ കുടുംബം, അത് കഴിഞ്ഞാൽ മോദിയുടെ കുടുംബവുമില്ല, വീടുമില്ല. നിങ്ങൾ ആരാ എന്നാണ് മോദി ജനങ്ങളോട് ചോദിക്കുന്നത്. മോദി കാ പരിവാർ എന്നും മോദി കുടുംബം എന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രൊഫൈൽ പേരിൽ ഉൾപ്പെടുത്തിയത് നീക്കം ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കുടുംബം എന്ന സന്ദേശം വ്യക്തമായി സംവേദനം ചെയ്യപ്പെട്ടെന്നും എല്ലാ ഇന്ത്യക്കാരോടും നന്ദി പറയുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് തന്റെ എക്സ് പ്രൊഫൈലിൽ ഈ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്ത് വന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലാണ് ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം മോദി കാ പരിവാർ എന്ന തങ്ങളുടെ സോഷ്യൽ മീഡിയ പേരുകളിൽ ചേർത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ, യു.പി. മുഖ്യമന്ത്രി ആദിത്യനാഥ് എന്നിവരടക്കം ഈ രീതിയിൽ സോഷ്യൽ മീഡിയ പേരുകൾ മാറ്റിയിരുന്നു. മാർച്ച് 3-ന് ബീഹാറിൽ ആർ.ജെ.ഡി. നേതാവ് ലാലു പ്രസാദ് യാദവ് മോദിക്ക് കുടുംബമില്ലെന്ന് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ബി.ജെ.പി. നേതാക്കൾ ഒന്നടങ്കം മോദിയുടെ കുടുംബമെന്ന രാഷ്ട്രീയ പ്രതിരോധമുയർത്തി രംഗത്ത് വന്നത്. ഇത് ജനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു. ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന്റെ പ്രസംഗത്തിന് തെലങ്കാനയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയത്. രാജ്യത്തെ 140 കോടിയിലേറെ വരുന്ന ജനങ്ങളാണ് തന്റെ കുടുംബമെന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷേ അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമായിരുന്നുവെന്ന് ജനങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ.ഡി.എ സർക്കാരിന് 3-ാം തവണയും ജനം കൃത്യമായ മേൽക്കൈ നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ട്വീറ്റിൽ പറഞ്ഞിരുന്നു. ഇതൊരു റെക്കോർഡാണെന്നും രാജ്യത്തിനായി പ്രവർത്തിക്കാനുള്ള ജനവിധിയാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മോദി കാ പരിവാർ എന്നത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും നാം എല്ലാം ഒരു കുടുംബമായി നിൽക്കുമെന്നും നരേന്ദ്രമോദി പറയുന്നു. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇതാദ്യമായല്ല സമൂഹ മാധ്യമങ്ങളിൽ ഒരു വലിയ പ്രചാരണത്തിന് നരേന്ദ്രമോദി തുടക്കമിടുന്നത്. 2019-ൽ രാഹുൽ ഗാന്ധിയുടെ ചൌക്കീദാർ ചോർ ഹേ പ്രസംഗത്തിന് പിന്നാലെ ബി.ജെ.പി. അനുകൂല പ്രൊഫൈലുകളിൽ ചൌക്കീദാർ എന്ന പേരിനൊപ്പം ചേർത്തിരുന്നു. റാഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെ മറികടക്കുന്നതിനായിരുന്നു ഇത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.